ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇരട്ടനീതി എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. ഇവിടെ എല്ലാവരും പറയുന്ന പോലെ ജാതിയുടെയും മതത്തിന്റെയും പേരിലല്ല ഈ വിവേചനം ഏറ്റവും കൂടുതലുള്ളത്. അത് പണത്തിന്റെ പേരിലാണ്. ഒരു ദളിത് ആയിട്ടുള്ള വ്യക്തി, അയാൾക്ക് വലിയ ബംഗ്ലാവ് പോലത്തെ വീടുണ്ട്, കാറുണ്ട്, സമ്പത്തുണ്ട്, നല്ല ജോലിയുണ്ട്, അല്ലെങ്കിൽ വലിയ ബിസിനസ് ഉണ്ട്, നല്ല ഫാമിലി ഉണ്ട്, നല്ല സെറ്റപ്പ് ഉണ്ട്, നല്ല ആളുകൾ കാണുമ്പോൾ വളരെ കാഴ്ചയിൽ ഒരുപാട് പ്രതാപം തോന്നുന്ന ഒരു ജീവിതമുണ്ട്. എല്ലാവരും അയാളെ ബഹുമാനിക്കും. അയാൾ ദളിതനാണ് എന്നുള്ളതല്ല അവിടെ വിഷയം. അയാൾക്ക് കാശുണ്ട്, എല്ലാവരും ബഹുമാനിക്കും. അയാളെ സാറേന്ന് വിളിക്കും. അയാൾക്ക് ആവശ്യത്തിന് സമൂഹത്തിൽ വിലയും കിട്ടും. ഒരു വ്യക്തി വലിയ ഉയർന്ന ജാതിയാണ്, നമ്പൂരിയാണെന്ന് വെക്കും. അയാൾക്ക് വലിയ വീടില്ല, ചെത്തിത്തേക്കാത്ത ഒരു പാവം വീടുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ പെട്ടിക്കടയോ അല്ലെങ്കിൽ ചെറിയ ഹോട്ടലോ ഉണ്ട്. നമ്മൾ അയാളെ പോയിട്ട് സാറേ എന്ന് വിളിക്കുമോ? ഇല്ല. നമ്മൾ അയാളെ പ്രായത്തിന്റെ ബഹുമാനത്തിലൊക്കെ ചേട്ടാന്ന് വിളിക്കും, അല്ലെങ്കിൽ അയാളെ പേരെങ്ങനെ വിളിക്കുന്ന ഓർത്തിട്ട് ചേട്ടാന്ന് വിളിക്കും. അല്ലാതെ അയാൾ ഒരു ഉയർന്ന ജാതിയാണ്, നമ്പൂരിയാണെന്ന് കരുതിയിട്ട് ആരും അയാളെ പോയിട്ട് ബഹുമാനിക്കാൻ പോകുന്നില്ല. അതുപോലെ ജാതിയുടെയും മതത്തിന്റെയും പേരിലല്ലാതെ പണത്തിന്റെ പേരിലുള്ള വേർതിരിവ്, അതിന് ഒരു ഉദാഹരണമായിട്ട് പറയാവുന്ന ഒരു സംഭവം, അതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ അടുത്ത ദിവസം 2 ദിവസം മുന്നേ ടിവിയിലൊക്കെ വളരെ ആഘോഷിച്ചൊരു വാർത്ത, നമ്മൾ കണ്ടു ഞെട്ടി പോയൊരു വാർത്ത. പ്രസവിച്ച ഉടനെ അമ്മ കുഞ്ഞിനെ ചേമ്പിലയിൽ പൊതിഞ്ഞിട്ട് ഉപേക്ഷിച്ചു. പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. ഒരു പെൺകുട്ടി ഹോസ്പിറ്റലിൽ ചെന്നു, നിർത്താത്ത ബ്ലീഡിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടർക്ക് ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, സാധാരണ പോലെ പീരിയഡ്സ് ആവുന്ന സമയത്തുള്ള ബ്ലീഡിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർക്ക് പെട്ടെന്ന് മനസ്സിലായി ഇതൊരു സാധാരണ ബ്ലീഡിംഗ് അല്ല, ഇത് പ്രസവത്തിന് തുടർന്നുണ്ടായ ബ്ലീഡിംഗ് ആണെന്ന്. അപ്പോൾ ആ ഡോക്ടർ ചോദ്യം ചോദിച്ചു, എങ്ങനെയാണ് സംഭവിച്ച? അപ്പോൾ ഈ കുട്ടി ഉറച്ചു നിന്നു, സാധാരണ പോലെ ബ്ലീഡിംഗ് വന്നിട്ട് കൂടിയതാണെന്ന് ഉറച്ചു നിന്നു. പക്ഷെ ഡോക്ടർക്ക് ഇത് പരിശോധിച്ചപ്പോൾ മനസ്സിലായി. അങ്ങനെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഈ പെൺകുട്ടി നഴ്സിനോട് സമ്മതിച്ചു പ്രസവിച്ച ശേഷം വന്ന ബ്ലീഡിംഗ് ആണെന്ന്. ഏകദേശം 2 ദിവസം മുൻപ് നടന്ന സംഭവമായിരിക്കാമെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഈ പെൺകുട്ടി ഈ കുഞ്ഞിനെ വീടിനടുത്ത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ അത് പെട്ടെന്ന് തന്നെ ചോദ്യം ചോദിക്കാൻ കാരണം ഈ കുട്ടി ജീവനോടെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരുന്നു. അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞു, ഞാൻ അടുത്തുള്ള ഒരു മതിലിനോട് ചേർന്ന്, വീടിന്റെ മതിലിനോട് ചേർന്നിട്ട് ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഡോക്ടർ പോലീസിനെ അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ ഈ കുട്ടിയെ വീടിനോട് ചേർന്നുള്ള മതിലിന്റെ അടുത്ത് ചേമ്പിലയിൽ പൊതിഞ്ഞ് കിടത്തിയതായിട്ട് കണ്ടെത്തി. മരിച്ചിരുന്ന കുട്ടി. എന്തായാലും പോലീസ് കേസായി. ഈ പെൺകുട്ടിയെ അവരുടെ ശാരീരിക അവസ്ഥ കുറച്ച് മോശമായതുകൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ICUലാക്കി. പിന്നീട് നമ്മൾ കണ്ടു, പിറ്റേ ദിവസം തന്നെ, ഇപ്പൊ ഇന്നലെ തന്നെ അതിന്റെ തെളിവെടുപ്പ് നടക്കുന്നു. ഈ പെൺകുട്ടീനെ കൊണ്ടുവരുന്നു, ഈ കുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവരുന്നു, അവിടെ തെളിവെടുപ്പ് നടത്തുന്നു. ഈ കുട്ടിയുടെ വീട് ഏതാന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഈ കുട്ടി തലയിൽ ഒരു ഷോൾ ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടിയെ കാണിച്ചുകൊണ്ട് തന്നെ അവിടെ നാട്ടുകാർക്കും അവിടെ ഉള്ളവർക്കും ഒക്കെ കാണിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടക്കുന്നു. ഈ കുട്ടിയുടെ വീട്ടിലുള്ള ഈ കുട്ടിയുടെ അമ്മയുടെ അമ്മയെ തോന്നുന്നു, ഗ്രാൻഡ് പാരന്റ്, അവരോട് പത്രക്കാരൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, പോലീസൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവരെയൊക്കെ TV-യിൽ കാണിക്കുന്നുണ്ട്. അതിനിടയിൽ ഈ പെൺകുട്ടി തലയിൽ ഒരു ഷോൾട്ടാണ് വന്നത് വെച്ചാലും ഈ പെൺകുട്ടിയുടെ നല്ല ഫോട്ടോ, ഈ പെൺകുട്ടി മുൻപ് ഉണ്ടായിരുന്ന ഒരു നല്ല ഫോട്ടോ നമ്മുടെ ഇവിടുത്തെ എല്ലാ ചാനലുകളും കാണിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളെ മനോരമയിലൊക്കെ അറിയാലോ, എല്ലാത്തിലും കാണിക്കുന്നു. ഈ പെൺകുട്ടിയുടെ പേര് അഞ്ജു എന്നാണ് പറയുന്നു. യാതൊരു കുറ്റവാളിയാണ്, യാതൊരു മറയടി ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ചാനലുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ കേസ് 1 വർഷം മുൻപ് ഇതേപോലെ ഒരു കേസ് ഈ കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് പനമ്പള്ളി നഗറിൽ വിദ്യാനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് യുവതി ഒരു കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു കൊന്നു. ഈ സംഭവം എങ്ങനെയാണ്? ഒരു ദിവസം രാവിലെ നടക്കാൻ പോകുന്ന ആളുകൾ റോട്ടിലൊരു പൊതിക്കെട്ട് കിടക്കുന്നത്, പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ഒരു പൊതിക്കെട്ട് കിടക്കുന്നത് കാണുന്നു. ആദ്യമേ ഒരു വേസ്റ്റാന്ന് കരുതുന്നു. ഒരു കോലോ എന്തോ എടുത്തിട്ട് തോണ്ടി നോക്കുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു കുട്ടിയാണെന്ന് മനസ്സിലാവുന്നു. പോലീസ് വരുന്നു, കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. അപ്പോൾ ഒരു കുട്ടിയുടെ ജഡമായിരുന്നു അത്. ജനിച്ചിട്ട് കുറച്ച് മണിക്കൂറുകൾ മാത്രമായിട്ടുള്ള ഒരു കുട്ടി മരിച്ച അവസ്ഥയിലായിരുന്നു അവിടെ കിടന്നിരുന്നത്. അപ്പോൾ തന്നെ പോലീസ് അവിടുത്തെ CCTV പരിശോധിക്കുന്നു. ആ CCTV-യിൽ തൊട്ടടുത്ത ഫ്ലാറ്റിന്റെ 5ാം നിലയിൽ നിന്ന് ഒരു കവറ് താഴേക്ക് വലിച്ചെറിയുന്ന ദൃശ്യം കിട്ടും. അവര് ആ ഫ്ലാറ്റ് ചെല്ലുന്നു, 5ാമത്തെ നിലയിലും പരിശോധിക്കുന്നു. ആ ഫ്ലാറ്റിൽ ഗർഭിണികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അവിടെ ആരും ഇല്ല എന്നൊക്കെ ആദ്യം പറയുന്നു. പിന്നീട് അവിടുത്തെ ഒരു കുടുംബത്തിന്, അച്ഛനും അമ്മയും ഒരു മകളും അടങ്ങിയ ഒരു കുടുംബത്തിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ആ മകളാണ് പ്രസവിച്ച് ഈ കുഞ്ഞിനെ വലിച്ചെറിയുന്നതെന്ന് പോലീസിന് ബോധ്യമാവുന്നു. ഇവർക്ക് പേരോ, ഈ പെൺകുട്ടിക്ക് പേരോ, ഈ അച്ഛന് പേരോ, അമ്മയ്ക്ക് പേരോ ഒന്നും ചാനലിലില്ല. ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നു. അദ്ദേഹം പറയുന്നു, ഈ യുവതിയുടെ പേര് ദയവായിട്ട്, ചാനലുകാരോട് പറയാണ്, കുറേ മൈക്ക് പിടിച്ച ചാനലുകാരോട് പറയുന്നു, ഈ യുവതിയുടെ പേര് ദയവായിട്ട് നിങ്ങൾ കൊടുക്കരുത്. ആ കുട്ടി ഒരു റേപ്പ് വിക്ടിം ആണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ആളുകളുടെ പേര് പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ അവരുടെ പ്രൈവസി കീപ്പ് ചെയ്യണം എന്നൊക്കെ
പറയുന്നു. ഈ കുട്ടിയെ ഹോസ്പിറ്റലിലാക്കുന്നു. ജനറൽ ഹോസ്പിറ്റലാണ്, നിയമപരമായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നുള്ളതിൽ ജനറൽ ഹോസ്പിറ്റലാണ് ഈ കുട്ടിയെ പ്രവേശിപ്പിക്കുന്നത്. അവിടുന്ന് പിന്നീട് ഒരു സ്വാധീനം ഉപയോഗിച്ചിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറും. ഈ കുട്ടിയുടെ അറസ്റ്റ് ഒന്നും നടക്കുന്നില്ല. ഈ കുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു. ഈ കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണെന്ന് പറയുന്നു. ഈ കുട്ടിക്ക് ബൈസ്റ്റാൻഡറായിട്ട് ഈ കുട്ടിയുടെ അമ്മ തന്നെ നിൽക്കണം എന്നുള്ള അപേക്ഷ പോകുന്നു. അങ്ങനെ ഈ കുട്ടിയുടെ അമ്മ ബൈസ്റ്റാൻഡറായിട്ട് വരാൻ ശ്രമിക്കുന്നു. ഈ കുട്ടി എത്രയോ ദിവസങ്ങൾ ആ ഹോസ്പിറ്റലിൽ കിടന്നു. ഒരിക്കൽ പോലും അറസ്റ്റോ റിമാൻഡോ ഉണ്ടായില്ല. കേസ് ഉണ്ടായിരുന്നു, പക്ഷെ ഈ കുട്ടിയുടെ പേര് നമുക്ക് ആർക്കും അറിയില്ല. നിങ്ങൾക്ക് ആർക്കും അറിയുന്നുണ്ടാവില്ല. ഇപ്പൊ ഇന്നലെ നടന്ന കേസിലെ കുട്ടീനെ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അഞ്ജു എന്നാണ് പെൺകുട്ടിയുടെ വീട്. പത്തനംതിട്ട ജില്ലയിലെ മഴുവേലിയാണ് ഈ കുട്ടിയുടെ വീട്. അവരുടെ വീട് കാണിക്കുന്നുണ്ട്. ഒരു പാവം ചെത്തിത്തേക്കാത്തൊരു പാവപ്പെട്ട വീടൊക്കെ ഉള്ള ഒരാളുകളാണ്. അതൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പുറത്ത് വലിയ ഫ്ലാറ്റും വലിയ സമ്പത്തും ഒക്കെ ഉള്ള ആളുകളെ നമ്മൾ കാണുന്നേ ഇല്ല. ഇതിനാണ് ഇരട്ട നീതി എന്ന് പറയുന്നത്. കാശും പണവും ഉണ്ടെങ്കിൽ എന്ത് തെറ്റും കുറ്റവും ഇവിടെ മറച്ചു വെക്കാന്നുള്ളതാണ്. ആ കേസിന്റെ പുരോഗതി എന്താണെന്ന് നമുക്കറിയില്ല. ഈ പനമ്പള്ളി നഗറിൽ നടന്ന കേസിന്റെ പുരോഗതി എന്താണെന്ന് നമുക്കറിയില്ല. ആ കുട്ടീനെ പിന്നീട് റിമാൻഡ് ചെയ്തോ, ആ കുട്ടി ജയിലിൽ പോയോ, ആ കുട്ടി വിചാരണ നേരിടുന്നുണ്ടോ, ആ കുട്ടിക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ശിക്ഷ കിട്ടിയോ, ഇതൊന്നും നമുക്കറിയില്ല. അതാണ് നമ്മൾ ഈ ഇരട്ട നീതി എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ വ്യക്തി, ഈ പെൺകുട്ടി ആരാന്ന് വ്യക്തമായിട്ട് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിയുടെ അച്ഛൻ ഒരു പ്രമുഖനായ വ്യവസായിയാണ്. എറണാകുളത്ത് തന്നെയുള്ള കൺസ്ട്രക്ഷൻ കമ്പനി, പാരിസ്ഥിതിക ആഘാതമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വീടുകളൊക്കെ നിർമ്മിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഡയറക്ടറാണ് ഈ കുട്ടിയുടെ അച്ഛൻ. അദ്ദേഹം ഭയങ്കര പൗരപ്രമുഖനാണ്, ജനപ്രിയനാണ്, ഭയങ്കര എഴുത്തുകാരനാണ്. അദ്ദേഹം യാത്രാവിവരണമൊക്കെ എഴുതിയിട്ടുള്ള ഭയങ്കര എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ നല്ലൊരു വീട്ടമ്മയാണ്. അവർ രണ്ടുപേരുടെയും MSc സൈക്കോളജി പഠിക്കുന്ന മകളാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. അത് ഈ പെൺകുട്ടി ഈ ഗർഭം മറച്ചു വെച്ചോന്ന് അറിയില്ല. കാരണം ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ 2-3 റൂമൊക്കെ ഉള്ള ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഈ പെൺകുട്ടി നിറഗർഭിണിയായിട്ട് ജീവിച്ചിട്ട് പോലും ആ വീട്ടിൽ തന്നെ ജീവിക്കുന്ന ആ കുട്ടിയുടെ അമ്മ ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു അത്ഭുതമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഈ പത്തനംതിട്ടയിലെ കേസാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണത്. കണ്ടാൽ നമുക്കറിയാം. അച്ഛനും അമ്മയൊക്കെ ചിലപ്പോൾ കൂലിപ്പണിക്ക് പോയിട്ട് ജീവിക്കുന്നവരായിരിക്കും. അവർ ചിലപ്പോൾ അത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ സാധിക്കും. പക്ഷെ ഒരേ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന, ഫുൾ ടൈം ഒരു വീട്ടമ്മയായിട്ട് ജീവിക്കുന്ന ആ കുട്ടിയുടെ അമ്മ ഇത് ഒരിക്കൽ പോലും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഈ കുട്ടി രാവിലെ 5 മണിക്ക് പ്രസവിച്ചു. ഏകദേശം 3 മണിക്കൂറോളം ഈ കുട്ടി ഇതിൻ്റെ ശബ്ദമൊന്നും പുറത്ത് കേൾക്കാതെ മുഖം പൊത്തിയിട്ടൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ചു. മൂക്ക് പൊത്തി പിടിച്ച് ശ്വാസം മുട്ടിച്ച് ഈ കുട്ടിയെ കൊന്നു. എന്നിട്ട് പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ ഈ കുട്ടിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ വന്ന് വാതിലിൽ മുട്ടിയപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യണം എന്നുള്ള പെട്ടെന്നുള്ള കൺഫ്യൂഷനിൽ ഈ കുട്ടീനെ, ഈ നവജാത ശിശുവിനെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു, റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. ആ കുട്ടി ഓൾറെഡി മരിച്ചിട്ടായിരുന്നു വലിച്ചെറിഞ്ഞത്. എന്നാലും ആ കുട്ടി താഴെ വീണ് തലയോട്ടമൊക്കെ പൊട്ടി ചെതറി മരിച്ചു. ഇന്നലെ നമ്മൾ കണ്ട കുട്ടി കൊന്നിട്ടൊന്നുമില്ല. ആ കുട്ടി ശബ്ദം കേൾക്കാതിരിക്കാൻ വായ പൊത്തിപ്പിടിച്ചു. പിന്നീട് ചേമ്പിലയിൽ പൊതിഞ്ഞ് കൊണ്ട് ഉപേക്ഷിച്ചു. ഒരു മതിലിന്റെ അരികിൽ ഉപേക്ഷിച്ചു. ആ ഉപേക്ഷിച്ച് താഴെ ഇട്ടപ്പോഴെന്തോ ചെറുതായിട്ട് തലയ്ക്കെന്തോ പരിക്കുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ആ കുട്ടി മനഃപൂർവ്വം കൊല്ലണം എന്ന് വിചാരിച്ചു എന്ന് വാർത്തകളിലൊന്നും ഞാൻ കണ്ടില്ല. കാരണം പോസ്റ്റ്മോർട്ടത്തിലൊന്നും മനഃപൂർവ്വമുള്ള കൊലപാതകമല്ല എന്നാണ് തെളിഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പോലും ഇത്രയും ക്രൂരമായിട്ട് കൊന്ന ഒരു കുട്ടിക്ക് മേളിന്ന് എറിയാൻ മാത്രം മനസ്സാന്നിധ്യം ഉണ്ടായ ആ കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള ആളുകളുടെ കുറ്റപ്പെടുത്തലോ ഒന്നും നേരിടേണ്ടി വന്നില്ല. കാരണം ആ കുട്ടിയുടെ ഒരു ഫോട്ടോ നമ്മൾ കണ്ടില്ല. ഈ ഇന്നലെ നടന്ന പെൺകുട്ടി നല്ല ഫോട്ടോയിൽ നമുക്ക് ഏത് കാലത്തും ആ കുട്ടിയെ കണ്ടാൽ തിരിച്ചറിയുന്ന വിധത്തിലുള്ള ഫോട്ടോസ് ഇവിടെ പത്രക്കാർ പുറത്തുവിട്ടു. പക്ഷെ മറ്റേ പെൺകുട്ടിക്ക് കാശും പണവും സ്വാധീനമുള്ളത് കൊണ്ട് ആ കുട്ടിയുടെ ഫോട്ടോ ആരും കണ്ടില്ല. അപ്പം ഇതാണ് നമ്മളെ ഇവിടെ ഈ നീതി നിയമം എന്നൊക്കെ പറയുന്നത്. പണക്കാരനൊന്നും പാവപ്പെട്ടവനൊന്നുമാണ്. ഇത് നമ്മൾ ഇനി കുറേ കഴിയുമ്പോൾ ഈ കേസിനെ കുറിച്ച് നമ്മൾ ഓർക്കുക പോലും ഇല്ല, ഈ എറണാകുളത്ത് നടന്ന കേസിനെ കുറിച്ച്. കാരണം നമ്മൾ ആ കുട്ടിയെ കണ്ടിട്ടില്ല, നമ്മൾക്ക് ആ കുട്ടിയുടെ പേരറിയില്ല. ആ കുട്ടി ഇപ്പോൾ എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ആ കുട്ടി കേസിനെയൊക്കെ നേരിട്ടിട്ടുണ്ടായിരിക്കാം. എന്നാലും ആ കുട്ടി സമൂഹത്തിൻ്റെ കുറ്റപ്പെടുത്തലോ പ്രശ്നങ്ങളോ ഇല്ലാതെ എവിടെയോ ഒളിച്ചു സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ മോശം മുഖം നമ്മളാരും കാണുന്നില്ല. പക്ഷേ ഈ ഇന്നലെ നടന്ന കേസിലെ പെൺകുട്ടീനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് പോലീസ് തന്നെ അവരെ പോലീസ് പ്രത്യേകം, ഈ എറണാകുളത്ത് നടന്ന കേസിൽ പോലീസ് പ്രത്യേകം പറയുന്നുണ്ട്, അവരെ നിങ്ങൾ പേര് വിളിക്കരുത്, ആ കുട്ടിയെ നിങ്ങൾ യുവതി എന്നേ പറയാവൂ എന്ന് പറയുന്നുണ്ട്. ആ സ്ഥാനത്ത് ഈ പോലീസ് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ, ഇന്നലെ നടന്ന കേസിലെ പെൺകുട്ടിയുടെ പേര് അഞ്ജു എന്നാണെന്ന് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ ആർക്കാണ് നീതി? കാശും പണമുള്ളവന് നല്ല സൗകര്യങ്ങളും കാശും പണം ഇല്ലാത്തവന് എപ്പോഴും ദുരിതം. അതാണ് ഇവിടുത്തെ നീതി എന്ന് പറയുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഒന്നുമുള്ള വേർതിരിവല്ല, കാശിൻ്റെയും പണത്തിൻ്റെയും
സമ്പത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പേരിലുള്ള വേർതിരിവാണ് ഇവിടെ നടക്കുന്നത്. രണ്ടു കേസും ഒരേപോലെ ഒരേ രീതിയിലുള്ള കേസാണ്. ഒരു പെൺകുട്ടിക്ക് ഒരു കാമുകനുണ്ടായിരുന്നു, മറ്റേ പെൺകുട്ടിക്ക് ഒരു കാമുകനുണ്ടായിരുന്നു. ഈ രണ്ട് കാമുകന്മാരും, ആദ്യത്തെ പെൺകുട്ടി കാമുകളിൽ നിന്ന് ഗർഭിണിയായി, രണ്ടാമത്തെ പെൺകുട്ടിയും കാമുകളിൽ നിന്ന് ഗർഭിണിയായി. ആദ്യത്തെ പെൺകുട്ടി കാമുകനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഗർഭമുണ്ട്, എന്താ ചെയ്യണ്ടേ എന്ന് പറഞ്ഞു. ഏകദേശം 8 മാസമായിരുന്നു. കാമുകൻ പറഞ്ഞു, നമുക്ക് അബോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് കാമുകൻ കൂടെ നിന്നില്ല, ഒരു കാര്യത്തിനും കൂടെ നിന്നില്ല. ഈ പെൺകുട്ടി ഒറ്റയ്ക്കാണ് ആ ഗർഭകാലം മുഴുവൻ സഹിച്ചു പോയത്. രണ്ടാമത്തെ പെൺകുട്ടിയുടെ അവസ്ഥ അത് തന്നെയായിരിക്കണം. കാരണം ഈ കുട്ടിയുടെ 10ാം മാസം വരെ ഈ വീട്ടിലുള്ളവരൊന്നും ഈ കുട്ടിയുടെ ഗർഭത്തിന്റെ കാര്യം അറിഞ്ഞില്ല, കൂടെ നിന്നില്ല. രണ്ടുപേരും രഹസ്യമായി പ്രസവിച്ചു, ശുചിമുറിയിൽ പ്രസവിച്ചു. ആദ്യത്തെ പെൺകുട്ടി ക്ലോസറ്റിൽ പ്രസവിച്ചു, രണ്ടാമത്തെ പെൺകുട്ടി ബാത്റൂമിൽ തന്നെ പ്രസവിച്ചു. വീട്ടുകാരും അറിഞ്ഞില്ല. അറിയാതിരിക്കാൻ വേണ്ടി രണ്ടുപേരും ഈ കുട്ടിയുടെ വായ പൊത്തിപ്പിടിച്ചു, ശബ്ദമില്ലാതെയായി. ആദ്യത്തെ കുട്ടി ഈ കുട്ടിയെ മനഃപൂർവ്വം കൊന്നു കളഞ്ഞു. രണ്ടാമത്തെ കുട്ടി മനഃപൂർവ്വം ആണോ എന്നറിയില്ല, കുട്ടി മരിച്ചു. രണ്ടുപേരും കുട്ടിയെ ഉപേക്ഷിച്ചു. ആദ്യത്തെ കുട്ടി വളരെ ക്രൂരമായിട്ട് 5ാം നിലയിൽ നിന്ന് താഴെ ഡാറിട്ട റോട്ടിക്ക് എറിഞ്ഞ് കളഞ്ഞു. രണ്ടാമത്തെ കുട്ടി സ്വന്തം വീടിന്റെ അടുത്തുള്ള പറമ്പിലെ ഒരു മതിലിന്റെ അരികിൽ ഈ കുട്ടിയെ ഉപേക്ഷിച്ചു. ആദ്യത്തെ പെൺകുട്ടി ഇത് പെട്ടെന്ന് തന്നെ ആളുകൾ ശ്രദ്ധിച്ചതുകൊണ്ടും പോലീസ് കേസായതുകൊണ്ടും ആദ്യത്തെ പെൺകുട്ടി അങ്ങനെ ഒറ്റയ്ക്ക് ഇതിനെ ഫേസ് ചെയ്യേണ്ട അവസ്ഥ വന്നില്ല. അപ്പൊ തന്നെ വീട്ടുകാരും പോലീസും ഒക്കെ ഇടപെട്ടു. രണ്ടാമത്തെ പെൺകുട്ടി 1, 2, 3 ദിവസത്തോളം അത്രയും പെയിനും ബ്ലീഡിങ്ങും സഹിച്ച് അവസാനം സ്വന്തമായി വയ്യാന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടി. അവിടെ വെച്ചിട്ട് ഡോക്ടർമാർ കണ്ടെത്തി. ആദ്യത്തെ കുട്ടീനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാക്കി. അവിടുന്ന് അവര് കാശുള്ളത് കൊണ്ട്, സ്വാധീനം കൊണ്ടും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറി. രണ്ടാമത്തെ കുട്ടിക്ക് കാശും സ്വാധീനം ഒന്നും ഉണ്ടായിരുന്നില്ല. ആ കുട്ടി കിടന്ന ഹോസ്പിറ്റലിൽ നിന്ന് ആ കുട്ടീനെ ഈ പോലീസുകാർ വിളിച്ച് തെളിവെടുപ്പ് എന്ന് പറഞ്ഞിട്ട് 2ാമത്തെ ദിവസം തന്നെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് നാട്ടുകാരുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് തെളിവെടുപ്പ് നടത്തി. ആദ്യത്തെ കുട്ടി എത്രയോ ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ വയ്യാന്ന് പറഞ്ഞ് സുഖമായിട്ട് കിടന്നു. യാതൊരു തെളിവെടുപ്പും ഉണ്ടായില്ല. ജനങ്ങളൊന്നും കണ്ടില്ല. ആദ്യത്തെ കുട്ടിയുടെ ഫോട്ടോ ഒന്നും ആരും കാണിക്കരുതെന്ന് പോലീസ് തന്നെ പറഞ്ഞു. ആ കുട്ടി ഭയങ്കര ദയ അർഹിക്കുന്ന കുട്ടിയാണത്രേ. രണ്ടാമത്തെ കുട്ടിക്ക് അത്ര ദയയുടെ ആവശ്യമൊന്നുമില്ല, കാരണം കാശില്ലല്ലോ. അതുകൊണ്ട് ആ കുട്ടീനെ പോലീസ് പരസ്യമായിട്ട് എല്ലാവരും മുന്നിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചു. ഇനി ആ കുട്ടിയുടെ മുഖം ഇത്തിരി മൂടിപ്പോയത് കൊണ്ട് ആരും കാണാതിരിക്കേണ്ടെന്ന് കരുതിയിട്ട് പത്രക്കാർ കഷ്ടപ്പെട്ട് ആ കുട്ടിയുടെ ഫോട്ടോ തപ്പിയെടുത്ത് എല്ലാ ചാനലുകളിലും കാണിച്ചു. ഇനി ഇതിൽ എന്ത് നീതി, എന്ത് നിയമം, എന്ത് കേസ് ഒന്നും എനിക്കറിയില്ല. എന്തായാലും അത്രയും മ്ലേച്ഛമായ കാര്യമാണ്. 2 നീതിയാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമമായിട്ടുള്ള തെളിവാണ് ഈ കേസ്. എല്ലാവർക്കും നന്ദി.